കുറച്ച് ദൂരം അങ്ങനെ വന്നപ്പോൾ ഒരു നിയന്ത്രണം വിട്ടമാതിരി തോന്നി. പിന്നെ അത് മറിച്ചിലായിട്ടാണ് വന്നത്. കുറ്റിപ്പുറത്തെ ബസ് അപകടത്തെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അതിലിപ്പം പരിക്കേറ്റ് ഇവിടെ കുറ്റിപ്പുറത്ത് ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി ഇപ്പം മടങ്ങുന്ന ഒരാൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. നമ്മുടെ എങ്ങോട്ട് പോയായിരുന്നു ബസ്? എടപ്പാൾക്ക് പോയിരുന്നു. അതല്ലേ, എന്താ സംഭവിച്ചിരിക്കുക? സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചങ്കുവെട്ടിയിൽ നിന്ന് കയറിയതായിരുന്നു. വളാഞ്ചേരി കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോൾ ബസ്സിന്റെ ഷട്ടറൊക്കെ അടച്ചിരുന്നു. വെള്ളം അകത്തേക്ക് വന്നു. വെള്ളം വന്നപ്പോൾ ഞങ്ങളായിട്ട് തന്നെ പറഞ്ഞിട്ട് അടപ്പിച്ചതാണ്. പിന്നെ കുറച്ച് ദൂരം അങ്ങനെ വന്നപ്പോൾ ഒരു നിയന്ത്രണം വിട്ടമാതിരി തോന്നി. പിന്നെ അത് മറിച്ചിലായിട്ടാണ് വന്നത്. ആളുകൾ നിറയുണ്ട്. എല്ലാവരും സീറ്റിൽ ഇരിക്കണവരെ നല്ല നിന്നിട്ടുള്ള തിരക്കില്ല. അങ്ങനെ മറിച്ചിലായിട്ടാണ് ഉണ്ടായത്. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ബസ്? സ്പീഡുണ്ട്, ആ സമയത്ത് സ്പീഡുണ്ട്. നിയന്ത്രണം വിട്ടപ്പോഴാണ് ഒരു തോന്നിയത്. ആയിരുന്നു കൂടെ വേറെ ആരെങ്കിലും? എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. പരിക്ക് ഷോൾഡറിന് ഒരു ചെറുതായി പൊട്ടൊന്നുമില്ല, ചതവന്നെ ഉള്ളൂ. കാലിന് അങ്ങനെ ചെറുതായി പരിക്ക്. അപ്പുറത്തിപ്പുറത്തുള്ളവർക്കൊക്കെ ഉണ്ട്, പരിക്കുകൾ നല്ല ഉള്ളവരുണ്ട്. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ചെറുതായി വലിയ അപകടം തന്നെയാണ് ഉണ്ടായത്. അതിലൊന്നും എനിക്ക് ചെറിയ പരിക്കേ ഉള്ളൂ. രക്ഷപ്പെട്ടു. ആളുകളൊക്കെ വന്നിരുന്നു. ഞങ്ങളൊക്കെ പിടിച്ചിറക്കാനും ജനങ്ങളൊക്കെ നല്ലോണം കൂടി. ഇവിടെ കാണിച്ചല്ലോ അല്ലേ? കാണിച്ചു. ഇവിടെ വേറെ ആളുകളുണ്ടോ? അവിടെ ഒരുപാട് ആള്, വലിയ പരിക്കുള്ളവരൊക്കെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും അത്ഭുതകരമായ ഒരു ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഒരു അമ്മയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. കോട്ടകൽ സ്വദേശിയാണ് അവർ. ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഓരോ ബന്ധുക്കൾ ഇപ്പോൾ വന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുള്ളതാണ്. കുറ്റിപ്പുറത്ത് നിന്ന് അനുരൂപിച്ചിക്കൊടുന്ന ജംഷീർ കൊടിഞ്ഞ് മീഡിയ.